തരുവണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒട്ടേറെ പുതുമകളും വികസനങ്ങളും തീർത്ത സപ്തദിന NSS ക്യാമ്പ്. ദ്വാരക ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 60ഓളം വിദ്യാർത്ഥികളുടെ അധ്വാനമാണ് സ്കൂളിന്റെ മുഖച്ഛായ മാറ്റുന്ന വിധത്തിലുള്ളതാക്കി പരിണമിച്ചത്. സ്കൂളിലെ അധ്യാപകരും കോളേജിലെ NSS പ്രവർത്തകരും കൂടിച്ചേർന്ന് സ്കൂളിന് ചുറ്റും മിയോവാക്കി ഗാർഡൻ ഒരുക്കി. ഈ വർഷത്തെ സപ്തദിന ക്യാമ്പിന് സ്മാരകമൊരുക്കി. കേടായി കിടന്നിരുന്ന 13 ലാപ്ടോപ്പുകളാണ് ക്യാമ്പിൽ വെച്ച് നന്നാക്കിയെടുത്ത് സ്കൂളിന് ഉപയോഗയോഗ്യമാക്കിയത്. വർഷങ്ങൾക്ക് മുൻപ് പണിതീർത്ത ഹരിതപന്തലിന്റെ വേദി കൂടുതൽ മനോഹരമാക്കാൻ ക്യാമ്പിലെ കലാകാരന്മാർ ചുമരുകളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ചിത്രം വരച്ചു. തരുവണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഡിസംബർ 20 മുതൽ നടക്കുകയാണ്. ഇന്നതിന്റെ സമാപന ദിവസമാണ്. 26-ാം തീയതി ഉച്ചയോടുകൂടെ ക്യാമ്പ് സമാപിക്കുകയാണ്. ഈ ക്യാമ്പിന്റെ തീം എന്നുള്ളത് സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്നതായിരുന്നു. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് പ്രകൃതിക്ക് കോട്ടം തരാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് ആഭിമുഖ്യം നൽകിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത് ഇവിടുത്തെ പ്രൊജക്ടുകൾ നടത്തിയിരിക്കുന്നത്. പ്രധാന കെട്ടിടത്തോട് ചേർന്ന് മനോഹരങ്ങളായ ഇരിപ്പിടങ്ങൾ പണിതു. GUP സ്കൂളിനു വേണ്ടി അടുക്കളത്തോട്ടം നിർമ്മിച്ചു നൽകി. തരുവണ ടൗണിലെ മാലിന്യങ്ങൾ മുഴുവൻ അടിച്ച് വൃത്തിയാക്കി സംസ്കരിച്ചു. വ്യക്തിത്വ വികസന സെമിനാറുകൾ, കരകൗശല പ്രദർശനം, കലാകായിക പരിപാടികൾ അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 7 ദിവസങ്ങളിലായി സ്കൂളിൽ സംഘടിപ്പിച്ചത്. ക്യാമ്പ് കോർഡിനേറ്റർ ജ്യോതിസ് പോൾ, ധനിത, ജോൺസൺ ജോസഫ് തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, വെള്ളമുണ്ട.